ഹായ് ഗായ്സ്, അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം അങ്കിൾ നമ്മളോട് കുറേ ഉണ്ടായി പോകുമ്പോൾ നമ്മൾ പൊട്ടിച്ചോളം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ സാധനം. ഐ തിങ്ക് ഇത് ഞാവലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ബിക്കോസ് എൻ്റെ ടേസ്റ്റ് ഏകദേശം ഞാവൽപ്പഴത്തിൻ്റെ കൈൻഡ് ഓഫ് ഒരു ടേസ്റ്റാണ്. പക്ഷെ കളറ് ഞാവലല്ല, വൈറ്റ് കളറ് ആണ്. അതൊരു ഭയങ്കര മധുരം അല്ലെങ്കിൽ നന്നായിട്ട് റൈപ്പായി കഴിയുമ്പോൾ ഇത് ഒരു പിങ്കിഷ് ഷെയ്ഡ് വരും. ബട്ട് ഇവിടെ നിൽക്കണ എല്ലാ പിങ്കിഷും അങ്ങ് തുഞ്ചത്ത് പോയ ഉണ്ടായി നിൽക്കണേ. സോ നമുക്കിത് ഇവിടെ കുറച്ചുണ്ട്. ഇതിന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ട് ഒന്ന് കാണിക്കാം ഞാൻ. ഇങ്ങോട്ട് കളിക്ക്. ഇതാ ഇങ്ങനെയാണ് സാധനം ഇരിക്കണേ. ഇത് പെർഫെക്റ്റ് ആയിട്ട് പഴുത്തിട്ടില്ല കേട്ടോ, എന്നാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. കുഴപ്പമില്ല, പുളിയാണ്. പുളിയും ചവർപ്പും. എന്താ നമ്മുടെ ഞാവലിൻ്റെ എന്താ ടേസ്റ്റ്, അത് തന്നെയാണ് ടേസ്റ്റ് വരുന്നത്. പക്ഷെ ഇത് പിങ്ക് കളറായി കഴിയുമ്പോൾ നല്ല മധുരമായിരിക്കും. കുറേ ഉണ്ട് ഇതൊക്കെ. ഇനി വേറൊരു ഫ്രൂട്ട് കാണിച്ചാൽ ഇതാണ് അടുത്ത ഫ്രൂട്ട്. ഇതിൻ്റെ പേര് ബറാബ എന്നാണ്. അത് നല്ല ഓറഞ്ച് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുക കാണാനായിട്ട്. ബട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊടംപുളിയിൽ ഉള്ളിലുള്ള സാധനം തിന്നിട്ടുണ്ടോ, എക്സാക്റ്റ് അതിൻ്റെ ടേസ്റ്റാണ്. ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുക, അത് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഒരു ചെറിയ ബനാന ഫ്ലേവറൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ. ഇതിന് പുളിയാണ് മെയിനായിട്ട്. പുളിക്കണം. ഇതിനങ്ങനെ ഭയങ്കര മധുരമായിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ ഞാവൽ പിങ്ക് കളറായ അടിപൊളി മധുരമാണ് ഇതിന്. പക്ഷെ ഒന്നുമില്ല, ഇതേ കണ്ട കുഞ്ഞത് കായൊക്കെ ഉണ്ടായി നിൽക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോയെന്നും പറയണം. ആൻഡ് ഈ വെള്ള ഞാവൽ ആർക്കെങ്കിലും ഇതിനും മുന്നേ അറിയാമെങ്കിൽ ഇതിനെ ഇത് തന്നെയാണോ പറയുക, ഇത് ഞാവൽ തന്നെയാണോ എന്നും പറയണം. സോ ഞാനിതിൻ്റെ ഒരു ഫ്ലേവറും ഇതിൻ്റെ ഇലയുടെയൊക്കെ ഒരു സ്മെല്ല് വെച്ചിട്ട് ഞാവൽപ്പഴത്തിൻ്റെ അതേ ഇതിനാണ് എനിക്കും അത് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് ടേസ്റ്റ് കറക്റ്റ് ഞാവലാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.